ഹായ്, വെൽക്കം ടു രമ്യാസ് ടേസ്റ്റ് ട്രാവൽ. ഇന്ന് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒക്കെ എല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ച്, സവാള ഇതൊക്കെ അരിഞ്ഞ് വെച്ച്, വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കി വെച്ച് ചതച്ച് വെക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് നമുക്ക് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നാടൻ കറിയിലേക്കൊക്കെ വെളിച്ചെണ്ണയല്ലേ നമ്മൾ എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത്, അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ മൂടി വെച്ചിരുന്നു പെട്ടെന്നാവാൻ. നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തുടം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് എല്ലാം കൂടി ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാല ഇട്ടു. അത് നല്ലോണം പച്ചമണം മാറണ വരെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് വയ്ക്കാം. ഒരു 2 തക്കാളി, ചെറിയ തക്കാളിയാണ്, 2-3 തക്കാളി ഇടാം. അതിട്ട് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചിക്കൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് ഇട്ട് കൊടുക്കും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി, എരിവും ഒക്കെ അത്യാവശ്യം വേണമെന്നുള്ളവർക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ചിക്കനിന്നൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് നല്ല ഒരു ചാറ് കറിയായിട്ട് തന്നെയാണ് വെക്കുക. നല്ല ഒരു കറിയായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത്, ചിക്കനിൽ ഞാൻ ഉപ്പ് തേച്ച് വെച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉപ്പിടാത്തത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വെന്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. കഷ്ണമൊക്കെ ഒന്ന് വെന്തോ നോക്കാം.
കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം, പാകത്തിന് ഉപ്പുണ്ടോ നോക്കാം. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇതിന് പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്തോ നോക്കിയാൽ മതി. അപ്പം നമുക്കറിയാം ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചെടുക്കാം. ഒരു മുറി നാളികേരത്തിൻ്റെ കട്ടി തേങ്ങാപ്പാൽ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് തിള വരാനാവുമ്പോൾ നമുക്ക് ഓഫാക്കാം. വേണമെങ്കിൽ ഇത് ചെറിയ ഉള്ളി ഇട്ടിട്ടൊന്ന് വറുത്തിടാം, അല്ലെങ്കിൽ വറുത്തിടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയും എല്ലാം അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവസാനം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇതിന് ശരിക്കും നാടൻ കറിക്ക് അധികം കറിവേപ്പിലയാണ് നല്ലത്. ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതേപോലെ വെച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.